Hi friends, welcome to my channel Pipette and Burette. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ സബ്സ്റ്റൻസിൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് നമുക്കൊരു എക്സ്പെരിമെൻറ്റിലൂടെ തന്നെ പഠിച്ചു തുടങ്ങാം. എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. Iodine is a substance that is easily converted into gas on heating. Iodine എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പം അത് ഗ്യാസ് ഫോമിൽ പെട്ടെന്ന് തന്നെ കൺവേർട്ട് ആവുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് അയഡിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ആ ഒരു സബ്സ്റ്റൻസ്, നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ എടുത്തേക്കുന്ന സബ്സ്റ്റൻസും അയഡിനാണ്. എന്താണ് എക്സ്പെരിമെൻറ്റ് പറയുന്നത്? ഹീറ്റ് എ ഫ്യൂ ക്രിസ്റ്റൽസ് ഓഫ് അയഡിൻ ഇൻ എ വാഷ് ഗ്ലാസ്. അതായത് ഒരു വാഷ് ഗ്ലാസ്സിൽ കുറച്ച് അയഡിൻ ക്രിസ്റ്റൽസ് എടുക്കുക, എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്യുക. കളക്ട് ദ വേപ്പർ ഇൻ എ ഗ്ലാസ് ജാർ. എന്നിട്ട് ആ ഒരു വേപ്പർ, അതിനെ ഹീറ്റ് ചെയ്യുമ്പം ഉണ്ടാവുന്ന വേപ്പറിനെ ഒരു ഗ്ലാസ് ജാറിൽ നമ്മൾ കളക്ട് ചെയ്യുക. കീപ് അനദർ ഗ്ലാസ് ജാർ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഇൻ ഇൻവേർട്ട് പൊസിഷൻ. അതായത് നമ്മൾ ഗ്ലാസ് ജാറിൽ വെച്ചിട്ട് പേപ്പറിനെ കളക്ട് ചെയ്യുന്നു. ആ ഗ്ലാസ് ജാറിന് മേലിലായിട്ട് വേറൊരു ഗ്ലാസ് ജാറ് വെക്കുക. അത് നേരെ ഇൻവേർട്ട് പൊസിഷന് തലകീഴായിട്ട് വെക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഒബ്സർവ് ദ കളർ ഓഫ് വേപ്പർ. വേപ്പറിൻ്റെ കളർ ഒബ്സർവ് ചെയ്യുക. വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദ കളർ ഓഫ് അയഡിൻ വേപ്പർ ഇൻ ദ ലോവർ ഗ്ലാസ് ജാർ. അതായത് താഴത്തെ ഗ്ലാസ് ജാറിൽ നമ്മൾ അയഡിൻ വേപ്പർ കളക്ട് ചെയ്തു, എന്നിട്ട് മുകളിൽ വേറൊരു ഗ്ലാസ് ജാറിലും ഇൻവേർട്ട് പൊസിഷനും വെച്ചു. ആ ഒരു കാര്യമാണ് അവിടെ പിക്ചറിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ലോവർ ഗ്ലാസ് ജാറിലെ അയഡിൻ വേപ്പറിൻ്റെ കളറിന് എന്ത് സംഭവിക്കും? ദ കളർ ഓഫ് അയഡിൻ വേപ്പർ ഫേഡ്സ്. അതായത് താഴെയുള്ള ആ ഒരു ഗ്ലാസ് ജാറിലെ അയഡിൻ വേപ്പറിൻ്റെ കളറ് മങ്ങാൻ തുടങ്ങും. വാട്ട് അബൌട്ട് ദ അപ്പർ ഗ്ലാസ് ജാർ? മേളിലെ ജാറിൻ്റെ അകത്തെ വേപ്പർ അല്ലെങ്കിൽ അയഡിൻ വേപ്പറിന് എന്ത് സംഭവിക്കുന്നു? അങ്ങോട്ട് അയഡിൻ വേപ്പർ കയറിപ്പോവോ? അതോ ആ വെച്ചേക്കുന്ന ആ ഒരു ഗ്ലാസ് ജാറിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാറുണ്ടോ? ഉണ്ടല്ലേ, നമ്മൾ പിക്ചറിൽ കാണാൻ നമുക്ക് സാധിക്കും. അതായത് താഴത്തെ ഗ്ലാസ് ജാറിലുള്ള അയഡിൻ വേപ്പർ മുകളിലോട്ട് കയറി പോകുമ്പം താഴത്തെ ഗ്ലാസ് ജാറിലെ അയഡിൻ വേപ്പർ ഫെയ്ഡ് ആവുന്നു, അത് മങ്ങി മേലത്തെ അപ്പർ ഗ്ലാസ് ജാറിൽ അയഡിൻ വേപ്പേഴ്സ് കാണാൻ സാധിക്കുന്നു. കളർ ഓഫ് അയഡിൻ വേപ്പർ ബിക്കം വിസിബിൾ ഇൻ അപ്പർ ഗ്ലാസ് ജാർ. അതായത് ആദ്യം നമ്മൾ കളക്ട് ചെയ്തു, കുറച്ച് സമയത്തിന് ശേഷം നോക്കുമ്പം താഴത്തെ ഗ്ലാസ് ജാറിൻ്റെ അയഡിൻ വേപ്പറിൻ്റെ കളറ് മങ്ങുകയും മേലത്തെ ഗ്ലാസ് ജാറിൽ അയഡിൻ പേപ്പർ കാണപ്പെടുകയും ചെയ്യുന്നു. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇങ്ങനെ ആ ഒരു താഴത്തെ ജാറിൽ നിന്നും മേലത്തെ ജാറിലേക്ക് ആ അയഡിൻ പേപ്പറിൻ്റെ ആ ഒരു കളർ വേരിയേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ആദ്യം താഴത്തെ ഗ്ലാസ് ജാറിലായിരുന്നു കൂടുതൽ അയഡിൻ പേപ്പർ. കുറച്ച് നോക്കിയപ്പം എന്ത് സംഭവിക്കുന്നു? മേലത്തെ ഗ്ലാസ് ജാറിനകത്താണ് അയഡിൻ കളറ് കാണപ്പെടുന്നത്. മറ്റേതിനകത്ത് കുറച്ചുകൂടെ മങ്ങൽ സംഭവിച്ചിട്ടുണ്ട് അയഡിൻ ഗ്യാസിൻ്റെ കളറിന്. അതിൻ്റെ റീസൺ എന്തായിരിക്കും? ബിക്കോസ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ അയഡിൻ വേപ്പർ ഗോ upwards and particle of air in the top jar flow down. അതായത് മേളിലുള്ള ജാറിനകത്ത് എന്തുണ്ട്? എയർ ഉണ്ടായിരുന്നു. നമ്മുടെ താഴത്തെ ഇതിനകത്ത് അയഡിൻ വേപ്പേഴ്സ് ഉണ്ടായിരുന്നു. സോ താഴെയുള്ള ആ ഒരു ജാറിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ബിക്കോസ് ദ പാർട്ടിക്കിൾസ് ഇൻ അയഡിൻ പേപ്പർ ഗോസ് അപ്പ്. അയഡിൻ പേപ്പർ മേളിലോട്ട് പോകുന്നു. അപ്പം പാർട്ടിക്കിൾസ് ഓഫ് എയർ, ടോപ്പ് ജാറിലുള്ള എയറിലുള്ള പാർട്ടിക്കിൾസ് താഴേക്ക് വരുന്നതുകൊണ്ടാണ് ഈ ഒരു താഴത്തെ ആ അയഡിൻ പേപ്പർ നമുക്ക് കുറച്ചുകൂടെ വിസിബിൾ കളറിൽ മേലിൽ കാണാൻ സാധിക്കുന്നത്. അടുത്തൊരു എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക്
കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിരിക്കും. An instant stick has fragments, but the fragments fill the room only when stick is light. Why do the fragments spread quickly in the room when the instant stick is light? അതായത് സാമ്പ്രാണി നമ്മൾ കത്തിക്കത്തില്ലേ, അതിനൊരു സ്മെല്ലുണ്ടല്ലോ, മണമുണ്ടല്ലോ. നമ്മൾ ഈ ഒരു സാമ്പ്രാണിയെ കത്തിച്ച് കഴിയുമ്പം ആ ഒരു സ്മെല്ല് ആ റൂമിൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡാവും. അങ്ങനെ നമ്മൾ ആ ഒരു സാമ്പ്രാണി കത്തിച്ച് കഴിയുമ്പം ആ ഫ്രാഗ്മെൻറ്റ്സ്, അതായത് ആ സ്മെല്ല് റൂം മൊത്തം ക്വിക്ക്ലി സ്പ്രെഡ് ചെയ്യാനുള്ളതിൻ്റെ റീസൺ എന്താണ്? വെൻ ദ ഇൻസ്റ്റൻറ്റ് സ്റ്റിക്ക് ഈസ് ലൈറ്റ് ഇറ്റ് ചേഞ്ചസ് ഇൻ ടു gaseous state. This vapor of substance mixes with air and hence this pleasant smell spread quickly in the room. അതായത് നമ്മൾ ഈ സാമ്പ്രാണി കത്തിച്ച് കഴിയുമ്പം അത് ഏത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. ഈ വേപ്പർ നമ്മുടെ എയറുമായിട്ട് മിക്സ് ചെയ്ത് അത് ആ റൂം ഫുള്ള് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യുന്നു. അതാണ് സാമ്പ്രാണി കത്തിക്കുമ്പം നമ്മുടെ റൂമുകളിലെല്ലാം അത് സ്പ്രെഡ് ആവുന്നതിൻ്റെ കാരണം. അതായത് കത്തിച്ച് ഈ സാമ്പ്രാണിയെ കത്തിച്ച് കഴിയുമ്പം അത് ഗേഷ്യസ് ഫോമിലേക്ക് മാറുന്നു. ദിസ് വേപ്പർ ഓഫ് സബ്സ്റ്റൻസ്, ഈ വേപ്പർ അതായത് സാമ്പ്രാണി കത്തി ആ ഒരു സംഭവം ഗേഷ്യസ് ഫോമിലേക്ക് മാറിയല്ലോ. ഈ വേപ്പർ ഓഫ് സബ്സ്റ്റൻസ് നമ്മുടെ എയറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ റൂം ഫുള്ള് എന്ത് ചെയ്യും? ഒരു പ്ലസൻറ്റ് സ്മെല്ല് തരുന്നു. ഈസ് ദെയർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് ഡിഫ്യൂഷൻ? അതായത് നമ്മൾ ഈ രണ്ട് പ്രോസസ്സുകൾ പറഞ്ഞല്ലോ. ഒന്ന് സാമ്പ്രാണി കത്തിക്കുമ്പോൾ റൂമിലെല്ലാം സ്പ്രെഡ് ചെയ്യുന്നു. പിന്നെ അയഡിൻ വേപ്പറിൻ്റെ കാര്യവും പറഞ്ഞു. അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈസ് ദെയർ എനി റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് ഡിഫ്യൂഷൻ? ടെമ്പറേച്ചറും ഡിഫ്യൂഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. വൈ ഡസ് ദ സ്മെൽ ഓഫ് ഹോട്ട് ഫുഡ് സ്പ്രെഡ് ക്വിക്ക്ലി ടു എ ലോങ് ഡിസ്റ്റൻസ്? എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫുഡ് വെക്കുമ്പം ആ ഫുഡിൻ്റെ സ്മെല്ല് പെട്ടെന്ന് തന്നെ ലോങ് ഡിസ്റ്റൻസ് വരെ ട്രാവൽ ചെയ്യുന്നുണ്ട്? ലോങ് ഡിസ്റ്റൻസ് വരെ നമുക്ക് ആ സ്മെല്ല് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ടെമ്പറേച്ചറും ഡിഫ്യൂഷനും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോയെന്ന്. ഉണ്ട്. യെസ്, ദ സ്മെൽ ഓഫ് ദ ഹോട്ട് ഫുഡ് ഈസ് ഇൻ ദ gaseous state. Particles of gas get mixed with particles of air and spread quickly to a long distance. നേരത്തെ നമ്മൾ സാമ്പ്രാണിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹോട്ട് ഫുഡിൻ്റെ സ്മെല്ല് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അത് നമ്മുടെ എയറിലെ പാർട്ടിക്കിൾസുമായിട്ട് മിക്സ് ചെയ്ത് ലോങ് ഡിസ്റ്റൻസ് വരെ അത് സ്പ്രെഡ് ചെയ്യുന്നു. ഈസ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്യാസ് ആൻഡ് ലിക്വിഡ് ദ സെയിം? അതായത് ഗ്യാസ് ഫോമിലും ലിക്വിഡ് ഫോമിലും ഒക്കെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ നടക്കുന്ന ഒരുപോലെ ആയിരിക്കുമോ? ഓരോ സ്റ്റേറ്റിനെ അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് നടക്കുന്നത്. സോ എല്ലാ സ്റ്റേറ്റിലും അല്ലെങ്കിൽ ഗ്യാസിൻ്റെയും ലിക്വിഡിൻ്റെയും സ്റ്റേറ്റിൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ സെയിം ആയിരിക്കത്തില്ല. ആൻസർ എന്ന് പറയുന്നത് നോയാണ്. ഈസ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്യാസ് ആൻഡ് ലിക്വിഡ് ദ സെയിം? നോ. Take water in a beaker and add carefully a drop of red ink into it. What do you see? Does the ink spread in the water? അതായത് ഒരു ബീക്കറിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് റെഡ് ഇങ്ക് കെയർഫുള്ളി ഒരു ഡ്രോപ്പ് അതിലേക്ക് ആഡ് ചെയ്യുക. എന്ത് സംഭവിക്കും? ആ ഇങ്ക് ആ വാട്ടറിൽ സ്പ്രെഡ് ചെയ്യുമോ? സ്പ്രെഡ് ചെയ്യുമല്ലേ? റെഡ് ഇങ്ക് സ്പ്രെഡ് ഇൻ ദ വാട്ടർ. Where the diffusion of iodine vapor and ink and find the difference. അതായത് ഒന്ന് നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റിലെ കാര്യമാണ് പറഞ്ഞത് അല്ലേ, ഒന്ന് നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് അയഡിൻ വേപ്പർ ഗേഷ്യസ് ഫോമിലുള്ള പെട്ടെന്ന് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. പക്ഷേ ഇങ്ക് അത്രയും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുമോ? ഒന്ന് ആലോചിച്ചോ എനിക്ക്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കമ്പയർ ദ ഡിഫ്യൂഷൻ ഓഫ് അയഡിൻ വേപ്പർ ആൻഡ് ഇങ്ക് ആൻഡ് ഫൈൻഡ് ദ ഡിഫറൻസ്. ആ ഒരു എക്സ്പെരിമെൻ്റ് രണ്ടും ഒന്ന് ആലോചിച്ച് നോക്കുമ്പം ഏതാണ് കൂടുതൽ ഡിഫ്യൂഷൻ ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്? ദ അയഡിൻ വേപ്പർ ഡിഫ്യൂസ് ക്വിക്ക്ലി ബട്ട് ഇൻ ദ കേസ് ഓഫ് റെഡ് ഇങ്ക് ഇറ്റ് ഡിഫ്യൂസ് സ്ലോലി. അതായത്
അയഡിൻ വേപ്പേഴ്സ് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യും. പക്ഷേ റെഡ് ഇങ്ക് ഡിഫ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അയഡിൻ വേപ്പറിനെക്കാട്ടിലും സ്ലോ ആയിട്ടായിരിക്കും. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫ്യൂഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്? ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ ഡിഫ്യൂഷനും മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. The movement of particle in gaseous state is quicker than that in solid and liquid state. Hence, the diffusion in the gaseous state is also quicker than that in the solid and liquid state. നമ്മൾ അയഡിൻ്റെ കേസിലും ഇങ്കിൻ്റെ കേസും ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് ഏതാണ്? സോളിഡ് ഗേഷ്യസിനും ലിക്വിഡ് സ്റ്റേറ്റിനും ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിലാകുമ്പം മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് സ്പീഡിൽ നടക്കും. അപ്പോൾ അവിടെ എന്താ? ഡിഫ്യൂഷനും സ്പീഡിൽ നടക്കും. അതാണ് അയഡിൻ വേപ്പർ ഇങ്ക് നമ്മൾ വെള്ളത്തിനകത്തോട്ട് ഇങ്ക് ഡ്രോപ്പ് ഇടുമ്പം അത് സ്പ്രെഡ് ആവാനുള്ള സമയം ഒരുപാട് എടുക്കും. പക്ഷെ അതിനു മുമ്പ് ഒന്നുകിൽ അയഡിൻ വേപ്പറിൻ്റെ കേസ് അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ അത് ആ ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യും? സ്പ്രെഡിങ് നടക്കും. സോ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ഈസ് ക്വിക്കർ ദാൻ that in solid and liquid state. Hence, the diffusion in gaseous state is also quicker that in solid and liquid state. Movement of particles ഏറ്റവും കൂടുതൽ നടക്കുന്ന ഗേഷ്യസ് സ്റ്റേറ്റിലാണ് സോളിഡിനെ ലിക്വിഡ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ ഡിഫ്യൂഷനും ഏറ്റവും പെട്ടെന്ന് നടക്കുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെയാണ്. In solid, is there a similar possibility for diffusion? ഡിഫ്യൂഷൻ്റെ ആ ഒരു പോസിബിലിറ്റി സോളിഡ് സ്റ്റേറ്റിൽ എങ്ങനെയായിരിക്കും? റെയർ പോസിബിലിറ്റി ആയിരിക്കും ഡിഫ്യൂഷനുള്ള. ലിക്വിഡിനെക്കാട്ടിലും ഡിഫ്യൂഷൻ റേറ്റ് കുറവായിരിക്കും സോളിഡ് സ്റ്റേറ്റിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫ്യൂഷൻ നടക്കുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അത് കഴിഞ്ഞ് ലിക്വിഡ് സ്റ്റേറ്റിൽ റെയർ പോസിബിലിറ്റിയാണ് ഡിഫ്യൂഷന്. ഏത് സ്റ്റേറ്റിൽ? സോളിഡ് സ്റ്റേറ്റിൽ. അപ്പോൾ നമ്മൾ അയഡിൻ വേപ്പറിൻ്റെ കാര്യം പറഞ്ഞു. ഫുഡ് സ്പ്രെഡ് ചെയ്യുന്ന ഹോട്ട് ഫുഡിൻ്റെ സ്മെല്ല് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ സാമ്പ്രാണി കത്തിക്കുമ്പം അത് റൂമിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന കാര്യം പറഞ്ഞു. പിന്നെ ഇങ്ക് നമ്മൾ വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പം അവിടെയും ആ ഇങ്ക് സ്പ്രെഡിങ് നടക്കുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം കാരണം എന്താണ്? ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നതുകൊണ്ടാണ്. എന്താണ് അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്? Diffusion is a spontaneous mixing of different particles having freedom of movement. Freedom of movement ഉള്ള ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ഒരു സ്പോണ്ടേനിയസ് മിക്സിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അപ്പം ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളത്? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കത്തില്ലേ ഡിഫ്യൂഷൻ നടക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്? സോ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉള്ള ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ഒരു സ്പോണ്ടേനിയസ് മിക്സിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സോളിഡ് കേസിൽ അത് റെയർ പോസിബിലിറ്റി ഉള്ളൂ ഡിഫ്യൂഷൻ നടക്കാനായിട്ട്. നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റിൽ നടക്കുന്നതും ലിക്വിഡ് സ്റ്റേറ്റിൽ നടക്കുന്നതിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. അപ്പം ഡിഫ്യൂഷൻ എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡിഫ്യൂഷൻ ഈസ് എ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ഏറ്റവും കൂടുതൽ ഡിഫ്യൂഷൻ നടക്കുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അത് കഴിഞ്ഞ് ലിക്വിഡ് സ്റ്റേറ്റ് പോസിബിലിറ്റി ഉള്ളൂ ഡിഫ്യൂഷൻ ഇവിടെ സോളിഡ് സ്റ്റേറ്റിൽ. മൂവ്മെൻറ്റ് ഓഫ് ഫ്രീഡം ഉള്ളിടത്താണ് ഈ ഒരു ഡിഫ്യൂഷൻ്റെ പോസിബിലിറ്റി ഉള്ളത്. സോ മൂവ്മെൻറ്റ് ഓഫ് ഫ്രീഡവും ഡിഫ്യൂഷനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചറിനും ഡിഫ്യൂഷനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതാണ് നമ്മുടെ ഫുഡിൻ്റെ സ്മെല്ലൊക്കെ സ്പ്രെഡ് ആവുന്നതിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പം ടെമ്പറേച്ചറും ഡിഫ്യൂഷനും തമ്മിലൊരു റിലേഷനുണ്ട്. മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസും ഡിഫ്യൂഷനും തമ്മിൽ റിലേഷനുണ്ട്. മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള പാർട്ടിക്കിൾസിലായിരിക്കും പെട്ടെന്ന് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഈ ഒരു ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി. താങ്ക്